എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 33 34 വാക്യങ്ങൾ. മത്തായി 8-ന്റെ 33 34 വാക്യങ്ങൾ. മേയ്ക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്ന് സകലവും ഭൂതഗ്രസ്തരുടെ വസ്തുതയും അറിയിച്ചു. ഉടനെ പട്ടണമെല്ലാം പുറപ്പെട്ട് യേശുവിന് എതിരെ ചെന്നു. അവനെ കണ്ടാറെ തങ്ങളുടെ അതിർ വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. 2 ഭൂതഗ്രസ്തർക്ക് കർത്താവ് സൗഖ്യം നൽകിയതായി ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നു. ചങ്ങലകളാൽ ബന്ധിതരായി കല്ലറകളിൽ വസിക്കുന്ന, വ്യക്തിത്വം അപഹരിക്കപ്പെട്ട 2 ആളുകൾ. അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ ഇരകളായിത്തീരുന്ന 2 മനുഷ്യർ. ആ കാലഘട്ടത്തിലെ സോഷ്യോ പൊളിറ്റിക്കൽ സംസ്കാരം ഇങ്ങനെയുള്ള ധാരാളം ഇരകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഇതിൻ്റെ പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള 2 പേർക്കാണ് കർത്താവ് വെളിച്ചം നൽകിയത്. എന്നാൽ അവരിലുണ്ടായിരുന്ന ഇരുട്ടിൻ്റെ അന്ധകാരം പന്നിക്കൂട്ടങ്ങളിലേക്ക് പാഞ്ഞു ചെല്ലുകയും അവ കടുംതൂക്കത്തോടെ ചാകുകയും ചെയ്തു. ഇത് കണ്ട് പന്നികളെ മേയിച്ചിരുന്ന ആളുകൾ അതിൻ്റെ ഉടമസ്ഥരോട് വിവരം അറിയിക്കുകയും അവരും വന്ന് അവരുടെ പ്രതികരണം അറിയിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ വായിക്കുന്നത്. അവരെല്ലാവരും യേശുവിനെതിരെ ഓടി വന്നു എന്നാണ് കാണുന്നത്. എന്നാൽ ഇക്കാലം അത്രയും അലമുറയിട്ടും ബന്ധനസ്ഥരായും മുറിവേറ്റും ചതഞ്ഞും കല്ലറകളിലേക്ക് ഒതുക്കപ്പെട്ടിരുന്ന 2 പേരുടെ സൗഖ്യം കണ്ട് സന്തോഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പന്നികൾ ചത്തപ്പോൾ അതിൻ്റെ ലാഭം നിന്നുപോയവരുടെ പ്രതികരണം വളരെ വിചിത്രമാണ്. ഞങ്ങളുടെ അതിര് വിട്ട് നീ പോകണം, മേലാൽ ഇവിടെ കാലുകുത്തരുത്. ഇതാണ് കർത്താവിനോട് പറയുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണിത്. നമ്മുടെ ലാഭം നിന്നു പോകുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ചില ലാഭമോ ചില നേട്ടങ്ങളോ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ ക്രിസ്തുവിനെ അകറ്റി നിർത്താനുള്ള ഒരു വല്ലാത്ത പ്രവണത ഈ വേദഭാഗത്തുണ്ട്. ഇതൊരു സൂചനയാണ്. നമ്മുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന തരത്തിൽ ദൈവവചനം നിൽക്കുന്നുവെങ്കിൽ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഒരു തരം വല്ലാത്ത ആത്മീയതയ്ക്ക് നേരെ ഈ സംഭവം വിരൽ ചൂണ്ടുന്നു. യേശുവിനോട് പറയുന്നു, ഞങ്ങളുടെ അതിർ വിട്ട് നീ പോകണം. നിന്റെ സാന്നിധ്യം എൻ്റെ ലാഭവും പ്രതീക്ഷയും ഇല്ലാതെയാക്കി. ഇങ്ങനെയുള്ള ധാരാളം ഭൂതഗ്രസ്തരെ സൃഷ്ടിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലാഭമുണ്ടാകുന്നത്. അതുകൊണ്ട് കമ്പോള സംസ്കാരത്തിൻ്റെയും അന്നത്തെ സാമ്രാജ്യത്വവൽക്കരണത്തിൻ്റെയും ഇരകളായി ഭൂതഗ്രസ്തരായി തീർന്ന ധാരാളം ആളുകളെ സൃഷ്ടിക്കേണ്ടത് ചില ലാഭക്കൊതിയന്മാരുടെ ആഗ്രഹമായിരുന്നു. അതിനെതിരെയാണ് കർത്താവ് നിൽക്കുന്നത്. ഇന്നും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ വ്യത്യസ്തമായ കാരണങ്ങളാൽ ഇങ്ങനെ ഇരകളാക്കപ്പെട്ട് സ്വന്തം അസ്തിത്വം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മളൊക്കെയും ഏതെങ്കിലും വിധത്തിൽ അതിൻ്റെ ഇരകളായി തീർന്നിട്ടുണ്ടാവാം. അതിനെതിരെ ക്രിസ്തുപക്ഷത്ത് നിന്ന് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഇന്നും ഇങ്ങനെയുള്ള ഭൂതഗ്രസ്തർക്ക് സൗഖ്യം ലഭിക്കും. എതിർപ്പുകൾ നേരിടേണ്ടി വരും. നമ്മുടെ ലാഭം ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്താൽ നിന്നു പോകുമ്പോൾ നമ്മളും ഈ ആളുകളെ പോലെ ക്രിസ്തുവിനെതിരെ നിന്നു എന്ന് വരാം. ക്രിസ്തുപക്ഷത്തിനെതിരെ നിന്നു എന്ന് വരാം. നമ്മളിൽ നിന്ന് അങ്ങനെ ഒരു നിലപാടുണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ ലാഭമല്ല, മറ്റുള്ളവരുടെ സൗഖ്യമാണ് പ്രധാനം. അതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം.
ദൈവരാജ്യത്തിൽ അനുഭവത്തിൽ ജീവിക്കാൻ നമുക്ക് ചിലതൊക്കെ വിട്ടുകൊടുക്കാം. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൃപയാൽ വഴി നടത്തണമേ. കർത്താവെ, പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ പക്ഷത്ത് നിൽപ്പാൻ ഉള്ള ബലം ഞങ്ങൾക്ക് നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.